നമസ്കാരം, എല്ലാവർക്കും മുല്ലാസ് കുചീനയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഓണം സ്പെഷ്യൽ ഒരു പാവയ്ക്ക കിച്ചടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായി ഞാനിവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കേണ്ടതുണ്ട്. പാവയ്ക്ക ഇവിടെ ഞാൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക വറുക്കേണ്ടുന്ന ആവശ്യത്തിലേക്കായി ഒരു ഇരുമ്പ് ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക കുറേശ്ശെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇവിടെ തയ്യാറായി വരുന്നുണ്ട്. പാവയ്ക്ക ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ ശേഷിക്കുന്ന പാവയ്ക്ക മുഴുവൻ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതോടൊപ്പം അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് പച്ചമുളകിൻ്റെ ആ പച്ച ചുവ മാറുന്നത് വരെ അല്പം ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് ഈ പാവയ്ക്ക കിച്ചടിക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അതിലേക്കായി ഞാൻ 1 മുറി തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം 1 നുള്ളു ജീരകം, 1/2 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുത്ത് അല്പം തരിയോട് കൂടി തന്നെ ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരപ്പിലേക്ക് ഒരു വലിയ കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് നമ്മുടെ കിച്ചടിയുടെ ബാക്കി കുക്കിങ്ങിലേക്ക് കടക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാവയ്ക്ക വറുത്ത എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 4 വറ്റൽ മുളക് കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഫ്രൈ ചെയ്തത് ചേർക്കാം. അതോടൊപ്പം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അതോടൊപ്പം തന്നെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ കൂട്ട് നന്നായി തിളച്ചു വരാൻ അനുവദിക്കരുത്. അല്പം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്തേക്കുന്നത് കാരണം ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി കിച്ചടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.